Hi, good evening everyone. Today we'll be discussing about economic integration. Basically, worldwide ആയിട്ട് നമ്മൾ കാണുന്ന economic integration different types. And after that, we'll be discussing about the various trade barriers. ഈ രണ്ട് major topics ആണ് ഇന്നത്തെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. So first of all, economic integration പറ്റിയും അതിനുശേഷം trade barriers പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. Okay, so let's start. First of all, we need to know what is the meaning of this integration. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ റെലവൻസ് എത്രമാത്രമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. സോ ലെറ്റ്സ് ചെക്ക്. ഒരു ബേസിക് ലെവലിൽ ഒരു ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രേഡിംഗ് ബ്ലോക്ക് is a group of countries within a geographical region that protect themselves from import from non-members in the other geographical regions and who took to trade more freely with each other. So ഒരു ഗ്രൂപ്പിംഗ്, അതായത് രണ്ടോ അതിലധികം കൺട്രികൾ ചേർന്നിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിംഗിന് അകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ബോത്ത് ഓഫ് ദം, രണ്ട് കൺട്രീസ് ആണെങ്കിൽ അവർ രണ്ടുപേരും, അതിൽ കൂടുതൽ കൺട്രീസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേ രീതിയിൽ ബെനിഫിറ്റഡ് ആവുന്ന രീതിയിലുള്ള ലിബറൽ ട്രേഡ് മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് നടത്തുന്ന ഒരു വേ, അതിനെയാണ് ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്. ട്രേഡിംഗ് ബ്ലോക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വിത്തിൻ എ ജിയോഗ്രഫിക്കൽ റീജിയൻ. നോർമലി ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഗെയിൻ ചെയ്യണമെങ്കിൽ ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ തന്നെ ഉള്ള രാജ്യങ്ങളായിരിക്കണം. ഓക്കെ, ലൈക്ക് യൂറോപ്യൻ കൺട്രീസ്, അവർ യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഓക്കെ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഒരുമിച്ചുള്ള കോമൺ ഗെയിൻസ് അതിനു വേണ്ടി ആക്ട് ചെയ്യുന്നതിനെയാണ് നോർമലി നമ്മൾ ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ regional trading blocks increasingly shape the pattern of world trade, a phenomenon often referred to as regionalism. So basically ഇത്തരത്തിലുള്ള ട്രേഡ് ബ്ലോക്സ് ഉപയോഗിച്ചുകൊണ്ട്, one second. Okay, so let's continue. ഞാനൊരു ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്. ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ള കൺട്രികൾ അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി കൈകോർക്കുന്നതാണ് നോർമലി നമ്മൾ ട്രേഡ് ബ്ലോക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദിസ് സച്ച് എ ഫിനോമിനൻ ഈസ് കോൾഡ് റീജിയണലിസം. സോ ദാറ്റ് എല്ലാവർക്കും മ്യൂച്വലി ആ റീജിയനിൽ വരുന്ന എല്ലാ കൺട്രികളും ഒറ്റക്കെട്ടായി ഡിസിഷൻസ് എടുക്കുന്നു, ഒറ്റക്കെട്ടായി അവരുടെ ടാക്സ് റെജീം ക്രിയേറ്റ് ചെയ്യുന്നു, ഒരേ രീതിയിലുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം റീജിയണലിസം അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദർ ആർ സെവറൽ സ്റ്റേജസ് ഇൻ ദി പ്രോസസ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഇത്തരത്തിലുള്ള ഇക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മൾ കാണുമ്പോൾ പല ലെവലിൽ കാണാൻ സാധിക്കും, പല സ്റ്റേജസിൽ നമുക്ക് ഈ ഇക്കണോമിക് ഇന്റഗ്രേഷൻ കാണാൻ പറ്റും. ഏറ്റവും ബേസിക് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി ഡിഫറെന്റ് സ്റ്റേജസ്. അത് ഏറ്റവും അൾട്ടിമേറ്റ് ലെവലാണ് നമ്മൾ പറയുന്ന കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്, ഏറ്റവും ചെറിയ ലെവൽ തൊട്ട് ഏറ്റവും പീക്ക് ലെവൽ വരെ. സോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഒരു ഡിപ്പെൻഡൻസും ഇല്ലാതെ ഒരു റീജിയണൽ ബ്ലോക്കിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിട്ടാണ്. നമ്മൾ മറ്റൊരു രാജ്യവുമായിട്ട് കൈകോർക്കുന്നില്ല, ട്രേഡ് മൊത്തം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇക്കോണമി. നോർമലി ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ് ഈ ലെവലിൽ നമുക്ക് പെടുത്താവുന്നത്. ഇനി ഇഫ് ദർ ആർ പ്രിഫേർഡ് പ്ലേയേഴ്സ്, മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾക്കൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏറ്റവും ബേസിക് ലെവലിലുള്ള ഇന്റഗ്രേഷനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. അതിന് മുകളിലേക്ക് കുറച്ചും കൂടി
ഇന്റഗ്രേഷൻ കൂടുകയാണെങ്കിൽ ആ റീജിയൻസിനെയാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഫ്രീ ട്രേഡ് ഏരിയയുടെ നെക്സ്റ്റ് ലെവലാണ് കസ്റ്റംസ് യൂണിയൻ, അതിന്റെ നെക്സ്റ്റ് ലെവലാണ് കോമൺ മാർക്കറ്റ്, ദെൻ ദർ വിൽ ബി മോണിറ്ററി യൂണിയൻ, ദെൻ ഫിസ്ക്കൽ യൂണിയൻ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ. ഈ ഓരോ കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെഷന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ചെക്ക് വൺ ബൈ വൺ. ഇൻഡിപെൻഡന്റ് ഇക്കോണമി എന്താണെന്ന് നമുക്കറിയാം. ഒരു ക്ലോസ്ഡ് ഇക്കോണമി പോലെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അത്തരത്തിലുള്ള പ്രിഫേർഡ് സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇക്കോണമീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡ് റീജിയണൽ ഇന്റഗ്രേഷൻ നമുക്ക് കാണാവുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ തൊട്ടാണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ദാറ്റ് മീൻസ് when countries within a geographical region agree to reduce or eliminate tariff barriers on selected goods imported from other members in the area. അതായത് ഇപ്പോ ഒന്നിൽ കൂടുതൽ കൺട്രീസ് ചേർന്ന് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ചേർന്നിട്ട് താരിഫ് ബയേഴ്സ് ഒരേ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് പ്രകാരം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് പ്രകാരം, ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് എഗ്രിമെന്റ് അതൊരു ഫിക്ഷൻ പോലെ നമുക്ക് ചിത്രീകരിക്കാം. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം പോസിബിൾ ആണെന്ന് കണ്ടറിയണം. എനിവേ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇൻഡോ പാക് ഇത്തരത്തിലുള്ള ട്രേഡ് എഗ്രിമെന്റ് വരുന്നു. അത് പ്രകാരം പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ താരിഫ് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കണം, അല്ലെങ്കിൽ താരിഫ് പൂർണ്ണമായിട്ട് എടുത്തു കളയുക, അല്ലെങ്കിൽ താരിഫിന്റെ എമൗണ്ട് കുറയ്ക്കുക. ഈ ഒരു കൺസെപ്റ്റ് ആണ് പരസ്പരം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എക്സിസ്റ്റ് വെൻ കൺട്രീസ് വിത്തിൻ എ ജിയോഗ്രഫിക്കൽ റീജിയൻ agrees to reduce or eliminate tariff barrier on selected goods imported from other members of this area. Okay, so നമ്മളുടെ ആ ഒരു ഏരിയയിലേക്ക് പരസ്പരം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായാലും ആ ഗുഡ്സിൽ, ഐ മീൻ എല്ലാ ഗുഡ്സിലും അല്ല, സെലക്റ്റഡ് ഗുഡ്സിൽ മാത്രം റെസ്ട്രിക്ഷൻസ് നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ, എല്ലാ ഗുഡ്സിലും ഫ്രീ ട്രേഡ് അല്ല, സെലക്റ്റഡ് ഗുഡ്സിൽ റെസ്ട്രിക്ഷൻസ് നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. Okay, this is often the first step towards the creation of a trading bloc. Agreements may be between two countries or several countries. There may be some bilateral agreements, രണ്ട് കൺട്രികൾ മാത്രം എഗ്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ there may be multilateral agreements as well. Okay, so ഇതാണ് ഏറ്റവും ഫസ്റ്റ് കൺസെപ്റ്റ്, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇന്റഗ്രേഷൻ, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. ഇവിടെ സെലക്റ്റഡ് ഗുഡ്സിൽ താരിഫ് ബരിയേഴ്സ് കുറയ്ക്കുന്നു, താരിഫ് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുന്നു. ഇമ്പോർട്ടിന്റെ ടൈമിലായാലും താരിഫ് റെസ്ട്രിക്ഷനിലുള്ള കുറയ്ക്കുവാണെങ്കിൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രീ ട്രേഡ് ഏരിയ. Free trade areas are created when two or more countries in a region agrees to reduce or eliminate barriers to trade on all goods. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണെങ്കിൽ സെലക്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ചില ഗുഡ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ആ ട്രേഡുമായി ബന്ധപ്പെട്ട താരിഫ് ബാരിയേഴ്സിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ്, കുറച്ച് റിലാക്സേഷൻ കൊണ്ടുവരുന്നു. വേറസ് ഫ്രീ ട്രേഡ് ഏരിയ ആണെങ്കിൽ എല്ലാ ഗുഡ്സിലും ബാരിയേഴ്സ് ടു ട്രേഡ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. Okay, that includes the tariff barrier as well. Coming from other members, the North Atlantic Free Trade Agreement, NAFTA എന്ന് പറയും. NAFTA is an example for free trade area. It includes USA, Canada and Mexico. So നോർത്ത് അമേരിക്ക മൊത്തം വരുന്ന, നോർത്ത് അമേരിക്കയിലെ 3 മേജർ കൺട്രീസ് വരുന്ന ഒരു എഗ്രിമെന്റ് ആണ് നാഫ്ത. ഈ നാഫ്ത എന്ന് പറയുന്ന ഒരു ഫ്രീ ട്രേഡ് ഏരിയക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദി ഫസ്റ്റ് ടു ഈസ് ക്ലിയർ, റൈറ്റ്? നമ്മൾ ആദ്യം പറഞ്ഞ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയയും രണ്ടാമതായി പറഞ്ഞ ഫ്രീ ട്രേഡ് ഏരിയയും കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ is called customs union. A customs union involves the removal of tariff barriers between members together with the acceptance of common external tariff against non-members. So ഓരോ ലെവലിലായിട്ട് നമുക്ക് ചിന്തിക്കാം ഇനി അങ്ങോട്ടേക്ക്. ആദ്യത്തെ ലെവലിൽ നമ്മളുടെ മെമ്പർ കൺട്രീസ് തമ്മിൽ, മെമ്പർ കൺട്രി എ, മെമ്പർ കൺട്രി ബി, മെമ്പർ കൺട്രി സി, ഇവർ 3 പേരും തമ്മിലാണ് PTA ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവരുടെ
ട്രേഡ് നടത്തുന്ന ചില ഗുഡ്സിൽ, എല്ലാ ഗുഡ്സിലുമല്ല, ചില ഗുഡ്സിൽ താരിഫ് റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുന്നു. വെറസ് മറ്റു ചില ഗുഡ്സിൽ താരിഫ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി അത് ഫ്രീ ട്രേഡ് ഏരിയ ആയാൽ, പ്രിഫറൻഷ്യൽ കഴിഞ്ഞു, ഫ്രീ ട്രേഡ് ഏരിയ ആയാൽ എല്ലാ ഗുഡ്സിലുമുള്ള താരിഫ് റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നു. ഇതാണ് ഫ്രീ ട്രേഡ് ഏരിയ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കസ്റ്റംസ് യൂണിയൻ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ താരിഫ് ബാരിയേഴ്സ് മൊത്തമായിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ they will create common tariff. നോൺ മെമ്പേഴ്സുമായിട്ട് കോമൺ താരിഫ് റേറ്റ് അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്ന മൂന്നാമത്തെ ലെവലാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെവൽ സം ഗുഡ്സ്, ചില ഗുഡ്സിൽ മാത്രം, ഓക്കെ, ചില ഗുഡ്സിൽ മാത്രം ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുന്നു. സെക്കൻഡ് ലെവൽ ആകുമ്പോൾ ഓൾ ഗുഡ്സിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുന്നു. മൂന്നാമത്തെ ലെവൽ ആകുമ്പോൾ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ട്രേഡ് ബാരിയേഴ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിനു ശേഷം എക്സ്റ്റേണൽ താരിഫ്, ഈ പറയുന്ന ABC എന്ന് പറയുന്ന 3 കൺട്രികളും മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന താരിഫ് റേറ്റ് യൂണിഫോം ആയിരിക്കും. അവരുടെ എല്ലാവരുടെയും ഡ്യൂട്ടി റേറ്റും താരിഫ് റേറ്റും ഫോർമാലിറ്റീസും എല്ലാം മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഒരേ രീതിയിലായിരിക്കും. ഇതിനെയാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺട്രീസ് ദാറ്റ് എക്സ്പോർട്ട് ടു കസ്റ്റംസ് യൂണിയൻ ഓൺലി നീഡ് ടു മേക്ക് സിംഗിൾ പേയ്മെന്റ്. ഒറ്റ പേയ്മെന്റ് നടത്തിയാൽ മതി, ബിക്കോസ് എല്ലാ രാജ്യങ്ങൾക്കും അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. ആ രീതിയിൽ ഒരു ഇന്റഗ്രേഷൻ. Once the goods have passed through the border, once inside the union, goods can move freely without any additional tariff. Tariff revenue is then shared between members. So basically നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, 3 കൺട്രികൾ കൺട്രി, so what is that? Okay, ABC 3 കൺട്രികൾ തന്നെ എടുക്കുക. ഈ 3 കൺട്രികൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻ കസ്റ്റംസ് യൂണിയൻ എന്നുള്ള രീതിയിലുള്ള ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബേസിക് തിങ്സ്, ഇവരുടെ പോളിസീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ, ബാക്കിയുള്ള പുറത്തുള്ള കൺട്രികളുമായിട്ട് കോമൺ പോളിസീസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുക വിത്ത് റിലേഷൻ ടു ട്രേഡ്. ഓക്കെ, അവിടെ ഉള്ള അഡ്വാൻറ്റേജ്, മറ്റൊരു കൺട്രിയുടെ ഗുഡ്സ് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു കൺട്രിയിൽ നിന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇമ്പോർട്ട് ടൈമിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ മാത്രം, ഏത് കൺട്രിയിലേക്കാണോ അത് വരുന്നത് ആ കൺട്രിയിൽ മാത്രമായിരിക്കും ഡ്യൂട്ടി ചാർജ് ചെയ്യേണ്ടത്. സെയിം ഡ്യൂട്ടി കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ബാക്കി 2 കൺട്രികളിലും ഈ ഗുഡ്സ് ട്രാവൽ ചെയ്യാം. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കസ്റ്റംസ് യൂണിയൻ ആയതുകൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടിയിലും ആ ഇന്റഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരിക ആ ഒരു 3 ട്രേഡ് ബ്ലോക്സിന്റെ 3 കൺട്രികളുടെ പൊളിറ്റിക്കൽ ബൗണ്ടറിയിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഒറ്റ പേയ്മെന്റ് നടത്തിയാൽ മതി. ബാക്കിയുള്ള 2 കൺട്രിയിലും നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ഈ ഒരു പേയ്മെന്റ് മാത്രമായിരിക്കും വേണ്ടി വരിക. സോ ആ അത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേഷനെയാണ് നമ്മൾ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് കസ്റ്റംസ് യൂണിയൻ എന്ന് ക്ലിയർ ആണോ? ബേസിക് ലെവലിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞ നോൺ താരിഫ് ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ there will be common external tariff against non-members. Common external tariff ആണ്, and one time payment possible ആണ്. Okay, so next is common market. നമ്മൾ നേരത്തെ പറഞ്ഞത് കസ്റ്റംസ് യൂണിയൻ ആണ്. കസ്റ്റംസ് യൂണിയൻ കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ് കോമൺ മാർക്കറ്റ്. എ കോമൺ മാർക്കറ്റ് is the most significant step towards full economic integration. മൊത്തമായിട്ട് ഇക്കണോമിക് ഇന്റഗ്രേഷൻ വരുന്ന ഒരു രീതിയാണ് കോമൺ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇൻ കേസ് ഓഫ് യൂറോപ്പ്, ദി സിംഗിൾ മാർക്കറ്റ് ഈസ് ഒഫീഷ്യലി റെഫേഴ്സ് ടു ആസ് ദി ഇന്റേണൽ മാർക്കറ്റ്. നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ മാർക്കറ്റ്, അതിനെയാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ലെവലിൽ ഒരു കോമൺ മാർക്കറ്റ് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അതൊരു ഇന്റഗ്രേറ്റഡ് യൂണിയൻ ആയിട്ട് മാറിയതാണ്. ഓക്കെ, സോ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ അവിടെ ഉണ്ടാവും. ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്, ഇക്കണോമിക്കൽ ആസ്പെക്റ്റുകളെല്ലാം ഒരുമിച്ചായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുക. Then the key feature of common market is the extension of free trade from just tangible goods to include all economic resources. That means all barriers are eliminated to allow free movement of goods, services, capital and labor. So ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റംസ് യൂണിയനുമായിട്ട്
കോമൺ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമൺ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഗുഡ്സിന്റെ ഫ്രീ മൂവ്മെന്റ് മാത്രമല്ല, ഇവിടെ ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇവരെല്ലാവർക്കും ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആണ്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഫ്രീ മൂവ്മെന്റ് നടത്താം. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ. Okay, the key feature of common market is the extension of free trade from just tangible goods ൽ നിന്നും, tangible goods എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും എല്ലാ ഇക്കണോമിക് റിസോഴ്സസിലേക്കും ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, എല്ലാ ഇക്കണോമിക് റിസോഴ്സസിലും ഇത് പോസിബിൾ ആക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു, സർവീസസ് ഇൻക്ലൂഡ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ലേബർ, ഇതിന്റെ എല്ലാത്തിന്റെയും ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും കോമൺ മാർക്കറ്റിൽ. Then in addition, as well as removing tariff, non-tariff barriers are also reduced and eliminated. താരിഫ് ബാരിയേഴ്സ് നമ്മളിവിടെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നോൺ താരിഫ് ബാരിയേഴ്സും നമുക്ക് ഒരു പരിധി വരെ ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മേ ബി റെഡ്യൂസ്ഡ് ഓർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ഇത് രണ്ടും കോമൺ മാർക്കറ്റ് കൺസെപ്റ്റിനകത്ത് പോസിബിൾ ആണ്. മുമ്പ് വരെ പറഞ്ഞതെല്ലാം താരിഫ് ബാരിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, താരിഫ്, ഡ്യൂട്ടീസ്, അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ വരുമ്പോൾ നോൺ താരിഫ് ബാരിയേഴ്സിനും ഉള്ള റെസ്ട്രിക്ഷൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, for a common market to be successful, there must be a significant level of harmonization of microeconomic policies. അതായത് ഇത്തരത്തിലൊരു കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഫ്രീ ഫ്ലോ, ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുന്നു എന്ത് പ്രൊഡക്റ്റിനായാലും. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ അവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുന്നു. അതേപോലെ അവരുടെ ഇക്കണോമിക് പോളിസീസ് എല്ലാം സെയിം ആണ്. ഇത്തരത്തിലൊരു കോമൺ മാർക്കറ്റ് പോസിബിൾ ആകണമെങ്കിൽ there are some prerequisites like harmonization of micro economic policies. രാജ്യത്തിന്റെ എല്ലാ രാജ്യത്തിന്റെയും മൈക്രോ ഇക്കണോമിക് പോളിസീസ് ഒരേ രീതിയിലായിരിക്കണം. അതർവൈസ് ഒരു രാജ്യത്തിന് മറ്റൊരു ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ പറയുന്ന കോമൺ മാർക്കറ്റ് പോസിബിളേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ നടക്കണം. കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ മീൻസ് എല്ലാ ആസ്പെക്റ്റിലും ഇന്റഗ്രേഷൻ പോസിബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, ഹാർമണൈസേഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക് പോളിസീസ്. ദെൻ കോമൺ റൂൾസ് റിഗാർഡിംഗ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ രാജ്യത്തും ഒരേ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് അക്സെപ്റ്റ് ചെയ്യണം, കോമൺ റൂൾസ് അക്സെപ്റ്റ് ചെയ്യണം. ദെൻ മോണോപോളി പവർ ആൻഡ് അതർ ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കണം. എന്നാൽ മാത്രമേ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോസിബിൾ ആവുള്ളൂ. കോമൺ മാർക്കറ്റ് പോസിബിൾ ആണെങ്കിൽ ഇതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കാണേണ്ടതാണ് കോമൺ അഗ്രികൾച്ചർ പോളിസിയും കോമൺ ഫിഷറീസ് പോളിസിയും. അങ്ങനെയുള്ള എല്ലാ ഇക്കണോമിക് പോളിസീസും സിമിലർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോമൺ മാർക്കറ്റ്. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്കണോമിക് ഇന്റഗ്രേഷൻസ് ഒരു തവണ കൂടി നോക്കുക. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ഏറ്റവും ബേസിക് ലെവലാണ്. കുറച്ച് ചില ഗുഡ്സിൽ അവര് പ്രിഫറൻസ് കാണിക്കുന്നു എന്ന് ഓർത്താൽ മതി. ദാറ്റ് മീൻസ് ട്രേഡിനകത്തുള്ള താരിഫ് ബാരിയേഴ്സിൽ കുറച്ച് എലിമിനേഷൻ ഇവിടെ വരുന്നു. ഇനി സെക്കൻഡ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ഏരിയയാണ്. താരിഫ് ബാരിയേഴ്സ് പൂർണ്ണമായിട്ടും എല്ലാ ഗുഡ്സിലും കുറയ്ക്കുന്നു അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നു. കസ്റ്റംസ് യൂണിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ താരിഫ് ബാരിയേഴ്സ് കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കോമൺ എക്സ്റ്റേണൽ താരിഫ് പോളിസി കൂടി മറ്റു രാജ്യങ്ങൾ, ഈ മെമ്പർ അല്ലാത്ത മറ്റു രാജ്യങ്ങളോട് ഇവർ ഫോളോ ചെയ്യുന്ന താരിഫ് പോളിസി സിമിലർ ആയിരിക്കും. അത് കൂടാതെ അടുത്ത ലെവലിലേക്ക് കോമൺ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ മീൻസ് എല്ലാ താരിഫ് ബാരിയേഴ്സും ഒഴിവാക്കുന്നു, എല്ലാ നോൺ താരിഫ് ബാരിയേഴ്സും ഒരു പരിധി വരെ ഒഴിവാക്കുന്നു. അത് കൂടാതെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓൺലി, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി റിസോഴ്സസ്. ഇക്കണോമിക് റിസോഴ്സസിന്റെ എല്ലാത്തിന്റെയും മൂവ്മെന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമൺ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ് ഇക്കണോമിക് യൂണിയൻ. ഇക്കണോമിക് യൂണിയൻ ഈസ് എ ടേം അപ്ലൈഡ് ടു ട്രേഡിംഗ് ബ്ലോക്ക് that has both a common trade policy towards non-members. Let me repeat, a common trade policy towards non-members, although members are free to pursue independent macroeconomic policies. So economic union ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കോമൺ ട്രേഡ് പോളിസി നമുക്ക് കാണാൻ പറ്റും.
എന്നാലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് പോളിസീസ് പോസിബിൾ ആണ്. മാക്രോ ഇക്കണോമിക് പോളിസീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രിയുടെ അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈ ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴുള്ള ബേസിക് പോളിസീസ് എല്ലാം അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാം. യൂറോപ്യൻ യൂണിയൻ ഇസ് ദി ബെസ്റ്റ് നോൺ ഇക്കണോമിക് യൂണിയൻ. ഇന്ന് നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഇക്കണോമിക് ഇന്റഗ്രേഷൻ, ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. has came to be forced on November 1993 following the signing of Maastricht Treaty. യൂറോപ്യൻ യൂണിയന്റെ ക്രിയേഷൻ കാരണമായ ട്രീറ്റി ആണിത്. സോ യൂറോപ്യൻ യൂണിയൻ, ഇക്കണോമിക് യൂണിയൻ, ഈ ഒരു കൺസെപ്റ്റിനകത്ത് ഇക്കണോമിക് യൂണിയനകത്ത് കോമൺ ട്രേഡ് പോളിസി ഉണ്ടാവും, കോമൺ മാർക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഓർക്കേണ്ടത് കോമൺ മാർക്കറ്റ് ഈസ് ദെയർ ഫസ്റ്റ് വൺ, ദെൻ ദെയർ വിൽ ബി എ കോമൺ ട്രേഡ് പോളിസി. കോമൺ ട്രേഡ് പോളിസി പോസിബിൾ ആണ്. ഡിഫറൻസ് വരുന്നത് മാക്രോ ഇക്കണോമിക് പോളിസിയിൽ മാത്രമാണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇക്കണോമിക് യൂണിയൻ. മനസ്സിലായോ? ലാസ്റ്റ് ലെവലിൽ പറഞ്ഞ കോമൺ മാർക്കറ്റ് ഈസ് ദെയർ, കോമൺ മാർക്കറ്റ് ഉണ്ട്. അതുകൂടാതെ കോമൺ ട്രേഡ് പോളിസിയും ഉണ്ട്. എക്സ്റ്റേണൽ പാർട്ടീസിനോട് കോമൺ ട്രേഡ് പോളിസിയും ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യപ്പെടുവാണ്. കോമൺ മാർക്കറ്റിന്റെ ഒപ്പം കോമൺ ട്രേഡ് പോളിസി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമിക് യൂണിയൻ ആയി. പിന്നെ അവിടെ അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ തീരുമാനിക്കാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് അവരുടെ മാക്രോ ഇക്കണോമിക് പോളിസീസ് ആണ്. അത് അവര് സ്വന്തമായിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ മാക്രോ ഇക്കണോമിക് പോളിസീസ്. ബേസിക്കലി ഒരു രാജ്യത്തിന്റെ ബേസിക് ലെവൽ പോളിസീസ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയുമാണ്. നമുക്കറിയാമല്ലോ, മോണിറ്ററി പോളിസി വിൽ ബി who decides monetary policy of a country? Who decides monetary policy or who creates monetary policy? Okay. ഇന്ത്യയുടെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് RBI ആണ്. ഓക്കെ, എന്റെ ഓപ്ഷൻസ് RBI with finance ministry, then okay, central bank. അത് ഞാൻ കേട്ടു. ഞാൻ ഓപ്ഷൻസ് പറയാണ്, ഓപ്ഷൻസിന് ആൻസർ പറഞ്ഞാൽ മതി. RBI with finance ministry, then monetary policy committee, last none of the above. Which one is your answer? Is it RBI or RBI along with finance ministry or monetary policy committee, and finally none of the above? Second one. എല്ലാവർക്കും സെക്കൻഡ് വൺ ആണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും തെറ്റായിട്ടുള്ള ആൻസർ സെക്കൻഡ് വൺ ആണ്. ഓക്കെ, ആൻസർ ഈസ് ദി തേർഡ് വൺ, മോണിറ്ററി പോളിസി കമ്മിറ്റി. ബിക്കോസ് മോണിറ്ററി പോളിസി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2018-2019 ടൈം പീരീഡിലാണ്. അതിന്റെ എക്സാക്ട് ഇയർ ഞാൻ ഓർക്കുന്നില്ല. അതുവരെ നിങ്ങൾക്ക് പറയാമായിരുന്നു RBI ഡിസൈഡ്സ് എന്ന്. RBIയുടെ ഒരു സെപ്പറേറ്റ് വിങ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അവരാണ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഇപ്പോൾ എടുക്കുന്നത്. സോ പെർഫെക്റ്റ് ആൻസർ ഈസ് മോണിറ്ററി പോളിസി കമ്മിറ്റി. I just said, ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഈ രണ്ട് ആസ്പെക്റ്റുകൾ ഇക്കണോമിക് യൂണിയനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഒരുമിച്ചല്ല തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. മാക്രോ ഇക്കണോമിക് പോളിസീസ് വിൽ ബി ഡിസൈഡഡ് ബൈ ദി കൺട്രി ദംസെൽഫ്. അവിടെ ഒരു ഇന്റഗ്രേഷനും ഇല്ല. എന്നാൽ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ഈ പോളിസീസിനകത്ത് ഇന്റഗ്രേഷൻ വരുവാണ്. നെക്സ്റ്റ് ലെവൽ മോണിറ്ററി യൂണിയൻ. ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ് മോണിറ്ററി യൂണിയൻ എന്ന്. മോണിറ്ററി പോളിസി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. മോണിറ്ററി യൂണിയൻ is the first major step towards macro economic integration. മാക്രോ ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാവുന്നത് മോണിറ്ററി യൂണിയൻ ആണ്. ഇവിടെ മാക്രോ ഇക്കണോമിക് ഇന്റഗ്രേഷൻ വരുവാണ്. ബിക്കോസ് കോമൺ മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഇറ്റ് എനേബിൾസ് ഇക്കോണമീസ് ടു കൺവെർജ് ഈവൻ മോർ കോസ്റ്റ്ലി. ഇനി കൂടുതലായിട്ട് അങ്ങ് അടുക്കുവാണ്. ലൈക്ക് മോണിറ്ററി യൂണിയൻ ഇൻവോൾവ് സ്ക്രാപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽ കറൻസീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. ആൻഡ് അഡോപ്റ്റിംഗ് എ സിംഗിൾ ഷെയർഡ് കറൻസി സച്ച് ആസ് യൂറോ എന്ന് പറയുന്ന കറൻസി, അത് യൂറോപ്യൻ യൂണിയനിലെ
17 members follow ചെയ്യുന്നതാണ് euro currency. Euro for 17 countries. And the Caribbean dollar, Eastern Caribbean dollar, 11 island countries, East Caribbean 11 island countries common ആയിട്ട് follow ചെയ്യുന്നതാണ് Eastern Caribbean dollar. This means that there is a common exchange rate. Okay, there will be common exchange rate, common monetary policy, including interest rate and regulation of quantity of money, and single central bank such as European Central Bank and Eastern Caribbean Central Bank. So, ഇവിടെ എന്തൊക്കെ ഇന്റഗ്രേഷൻ വരുന്നുണ്ട്? എക്കണോമിക് യൂണിയനില് ഒരു മോണിറ്ററി യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ, മോണിറ്ററി യൂണിയൻ ആയി കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ കുറച്ചും കൂടി ഡീപ്പ് ആവുകയാണ്, കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് മാറുകയാണ്. ഇവിടുത്തെ ഇന്റഗ്രേഷനിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കറൻസി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. കറൻസി യൂറോപ്യൻ യൂണിയനിൽ ഇന്റഗ്രേറ്റഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എന്തുകൊണ്ടാണ്? യൂറോപ്യൻ യൂണിയനിലെ 17 കൺട്രീസിനാണ് മാത്രമാണ് യൂറോ കോമൺ കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ കൺട്രികൾക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ 17 കൺട്രികളെ മാത്രം എടുക്കുകയാണെങ്കിൽ അവരൊരു മോണിറ്ററി യൂണിയൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് മോണിറ്ററി യൂണിയൻ അല്ല, ജസ്റ്റ് ഇക്കണോമിക് യൂണിയൻ മാത്രമാണ്. ക്ലിയർ ആണോ? സോ ചെക്ക് ചെയ്യാം. ഇവിടെ വരുന്ന ഇന്റഗ്രേഷനിൽ വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ there will be സ്ക്രാപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽ കറൻസി. അവരുടെ സ്വന്തം കറൻസി സ്ക്രാപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഒരു കോമൺ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നു. അടുത്തതായി there will be a common monetary policy. എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോമൺ മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, നമ്മൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും, ബാങ്ക് റേറ്റ് പോലുള്ള റേറ്റ്സ് എല്ലാം. ദെൻ റെഗുലേഷൻ, ക്വാണ്ടിറ്റി ഓഫ് മണിയിലുള്ള റെഗുലേഷൻ, ലൈക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എല്ലാം ഇവരെല്ലാ കൺട്രികളും ഒരേ രീതിയിലായിരിക്കും എടുക്കുന്നത്. ആൻഡ് there will be one central bank, ഒറ്റ സെൻട്രൽ ബാങ്ക് എല്ലാ കൺട്രികൾക്കും വേണ്ടി. ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ആണ് മോണിറ്ററി യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് മോണിറ്ററി പോളിസി എല്ലാവരുടെയും സിമിലർ ആണെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ പർപ്പസ് എന്താണ് പിന്നീട്? അതുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ സെൻട്രൽ ബാങ്ക് ആയിരിക്കും ഈ ഒരു ഐഡിയക്കകത്തുള്ളത്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഈസ്റ്റ് കാരീബിയൻ കോർപ്പറേഷൻ ആണ്. അതിനെ ഒരു മോണിറ്ററി യൂണിയൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ മൊത്തമായിട്ട് മോണിറ്ററി യൂണിയൻ അല്ല, യൂറോപ്യൻ യൂണിയനിലെ 17 കൺട്രീസ് മാത്രം എടുക്കുകയാണെങ്കിൽ, യൂറോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 17 കൺട്രീസ് മാത്രം എടുക്കുകയാണെങ്കിൽ അവര് യൂറോപ്യൻ മോണിറ്ററി യൂണിയൻ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? Okay, next level is fiscal union. Fiscal union means an agreement to harmonize tax rate. കൺട്രികളിലെ അവരവരുടെ എന്താണ് ഫിസ്ക്കൽ പോളിസി? What do you mean by fiscal policy? Fiscal policy is the policy relating to tax regime, budget, borrowing, then spending, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. ദിസ് പോളിസി വിൽ ബി ഫ്രെയിംഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ബജറ്റ് പ്രകാരമായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. അറ്റ് സെയിം ടൈം സെൻട്രൽ ബാങ്കിന്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്കിന്റെ സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ടുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കുക. സോ ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത് ഇസ് ആൻ എഗ്രിമെന്റ് ടു ഹാർമണൈസ് ടാക്സ് റേറ്റ് ഹാർമണൈസ് ചെയ്യുന്നു, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ടാക്സ് റേറ്റ്. To establish common levels of public sector spending and borrowing, and jointly agrees national budget deficit and surplus. The majority of European Union states agreed to fiscal compact early in 2012, which is less binding version than full fiscal union. So basically ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന യൂറോപ്യൻ യൂണിയൻ ഒരു ഫിസ്ക്കൽ യൂണിയൻ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഫിസ്ക്കൽ യൂണിയൻ ആൻഡ് മോണിറ്ററി യൂണിയൻ, ആ കൺസെപ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ ദോ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഫിസ്ക്കൽ യൂണിയൻ ആണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി കോമൺ ടാക്സ് പോളിസി നമ്മൾ ഇറക്കണം. എല്ലാ രാജ്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരേ ടാക്സ് റേറ്റ്, ഒരേ ടാക്സ് സ്ലാബ്, അതേപോലെ അവർക്കെല്ലാം ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം. സർപ്ലസ് വരുവാണെങ്കിൽ ഒരേ രീതിയിൽ അതും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധിക്കണം. ഇതെല്ലാം പോസിബിൾ ആണെങ്കിൽ മാത്രമേ അതിനെ ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുള്ളൂ.
ഓക്കെ, അതിന്റെ നെക്സ്റ്റ് ലെവലാണ് economic and monetary union, or we can say complete economic integration. Economic and monetary union എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഒരു ഇക്കണോമിക് പോളിസീസും that means economic fiscal policy and monetary policy രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പെക്ട് കൂടി ഇന്റഗ്രേറ്റ് ചെയ്യും. ഒറ്റ ഗവൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ ആവും. കംപ്ലീറ്റ് ഇക്കണോമിക് അല്ല, കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ഇതൊന്ന് നോക്കിയേക്കുക. ഡിഫറെന്റ് ലെവൽസ്, ഏതെങ്കിലും ലെവലിനകത്ത് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ യൂണിയൻ വരെ ഏതിലെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് ഈസ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇന്റഗ്രേഷനകത്തും ഒരു മേജർ കോമ്പോണന്റ് ആണ് താരിഫ് ബാരിയർ ആൻഡ് നോൺ താരിഫ് ബാരിയർ. ഇത് ഒഴിവാക്കുന്നത് വഴി വി വിൽ ബി ഏബിൾ ടു ഗെയിൻ ഇന്റഗ്രേഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺസെപ്റ്റ്? എന്താണ് താരിഫ് ബാരിയറോട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് നോൺ താരിഫ് ബാരിയറിന്റെ പാർട്ടായിട്ട് വരുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് താരിഫ്. താരിഫ് ഈസ് എ ടാക്സ് imposed on imported goods and service. So basically it is a tax. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്മേൽ ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. താരിഫ് ആർ യൂസ്ഡ് ടു റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട് ബൈ ഇൻക്രീസിംഗ് ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് purchased from overseas and making them less attractive to consumers to protect domestic firms. So why there must be tariff എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി തകരാതിരിക്കാൻ വേണ്ടി, ഡൊമസ്റ്റിക് ഫേംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോറിൻ ഗുഡ്സിൽ അധിക നികുതി ഏർപ്പെടുത്തുന്നു. അവർ കൂടുതലായിട്ട് പ്രൊഡക്ട്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ്സ് കൂടാൻ വേണ്ടി, പ്രൊഡക്റ്റിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്ന അഡീഷണൽ ടാക്സ് ആണ് ബേസിക്കലി താരിഫ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ താരിഫ് ആർ laid on export to generate revenue. ഇമ്പോർട്ടിൽ മാത്രമല്ല എക്സ്പോർട്ടിലും താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് റവന്യൂ ജനറേഷന് വേണ്ടിയാണ്. ഓക്കെ, സോ ബേസിക് ഐഡിയ താരിഫ് മീൻസ് ടാക്സ്. ദെൻ താരിഫ് ബാരിയേഴ്സ്. താരിഫ് ഈസ് എ ടാക്സ് ഓർ ഡ്യൂട്ടി ഓൺ ദി പ്രൊഡക്ട്സ് ദാറ്റ് മൂവ് അക്രോസ് ദി ബോർഡർ. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്ന ഗുഡ്സിനകത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ബേസിക്കലി താരിഫ് എന്ന് പറയുന്നത്. Okay, the most important of tariff barrier is the customs duty imposed by importing country. Sometimes tax might also be imposed on exporting goods as well. So ഏറ്റവും കോമൺ ആയിട്ടുള്ള താരിഫ് ബാരിയർ ആയിട്ട് നമുക്ക് പറയാവുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. കസ്റ്റംസ് ഡ്യൂട്ടി നമ്മളുടെ രാജ്യത്തേക്ക് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി. ചില കേസുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എക്സ്പോർട്ട് ടൈമിലും ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇന്ത്യയെ സംബന്ധിച്ച് റെലവെന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അതിനകത്ത് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. അത് കൂടാതെ ഗവൺമെന്റിന് റവന്യൂ ജനറേഷന് വേണ്ടിയും ചിലപ്പോൾ എക്സ്പോർട്ട് ടൈമിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാറുണ്ട്. അതർവൈസ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നോർമലി കൺട്രീസ് ശ്രമിക്കാറ്. Then let's check one by one എന്തൊക്കെയാണ് ഡിഫറെന്റ് താരിഫ് ബാരിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് is specific duty. Specific duty is based on physical characteristics of goods. When a fixed sum of money, keeping in view of the weight or measures of the commodity, the value of product is not considered. So basically specific duty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഒരു ബാരൽ ഓയിൽ, ഒരു ബാരലിന് ഇത്ര ടാക്സ് എന്നുള്ള രീതിയിലായിരിക്കും ചാർജ് ചെയ്യുക. അത്തരത്തിലുള്ള ടാക്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു ബാരൽ, ആ ഒരു ബാരലിന് ടാക്സ് ഇത്രയും ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ ടാക്സേഷൻ വരുന്നത്. ഇത്തരത്തിലുള്ള ചാർജിങ്ങിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Then next is ad valorem duty. Ad valorem means according to value. Okay, these duties are imposed according to value.
When a fixed percentage of value of a commodity is added as a tariff, it is known as ad valorem duty. So it ignores the weight, volume, size of the commodity. This kind of duty is applicable to artwork, ornaments, antiques, etc. So ആ പറയുന്ന പ്രൊഡക്റ്റിന്റെ വെയിറ്റ് അല്ല ഇവിടെ ഒരു മാറ്റർ. വെയിറ്റിനെ പറ്റിയോ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയോ ഒന്നും അല്ല. അതിന് എത്രയാണോ വാല്യൂ ഉള്ളത്, അതിന്റെ പ്രൈസിങ് എത്രയാണ്, ആ പ്രൈസിങ്ങിനകത്തായിരിക്കും നോർമലി ഇത്തരത്തിൽ പ്രൊഡക്റ്റിന് ടാക്സ് ചാർജ് ചെയ്യുക. ഇതിനെയാണ് അഡ് വെലാറം, അറ്റ് ദി വാല്യൂ എന്നുള്ള രീതിയിൽ, അക്കോർഡിംഗ് ടു ദി വാല്യൂ എന്നുള്ള രീതിയിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വാല്യൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണെങ്കിൽ സ്പെസിഫിക് ഡ്യൂട്ടി, ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലാതെ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അഡ് വെലാറം ഡ്യൂട്ടി. തേർഡ് വൺ, കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി, എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സ്പെസിഫിക് ഡ്യൂട്ടി ആൻഡ് ആൻ അഡ് വെലാറം റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഈ രണ്ട് ഫീച്ചേഴ്സും ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ സ്പെസിഫിക് ഡ്യൂട്ടി ഉണ്ടാവും, അതോടൊപ്പം തന്നെ സ്പെസിഫിക് മീൻസ് അതിന്റെ സൈസിനോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനോ ആ ഒരു രീതിയിൽ ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വാല്യൂവിന്റെ ബേസിലും ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നു. ഇതാണ് കമ്പൈൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സും നോക്കിയിട്ട് കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഓർ കമ്പൈൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Then next one is sliding scale duty. Sliding scale duty. Sliding scale fees are variable prices for products, services, or tax based on customers' ability to pay. Such fees are thereby reduced for those who have lower income. So basically ഇൻകത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്യൂട്ടിയാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി. ഇൻകം കൂടുതലുള്ള ആളുകൾ കൂടുതൽ ഡ്യൂട്ടി, കൂടുതൽ റേറ്റ് പേ ചെയ്യുക. ഇൻകം കുറവുള്ള ആളുകളാണെങ്കിൽ കുറച്ച് റേറ്റിൽ പേ ചെയ്യുക. ഇതാണ് സ്ലൈഡിംഗ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഇൻകം ടാക്സ് പോലെ, ഇൻകം ടാക്സിന്റെ റേറ്റ്സ് വരുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വലിന് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. കുറച്ചാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ അവരുടെ ടാക്സ് കുറവായിരിക്കും. ഇതാണ് സ്ലൈഡിംഗ് സ്കെയിൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് countervailing duty. Countervailing, it is imposed on certain imports where the products are subsidized by exporting country. So നോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ രാജ്യത്ത് നിന്നും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും, സോ ദാറ്റ് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയാണ് എക്സ്പോർട്ട് നടത്തുന്നത്. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻസ് ഇവിടെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ആ ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി അല്ല, ഗവൺമെന്റ് കൊടുത്ത സബ്സിഡിയാണ്. ഈ സബ്സിഡിയെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി, ഈ സബ്സിഡി കൊണ്ടുള്ള ബെനിഫിറ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടി ഇമ്പോർട്ടിംഗ് കൺട്രി ചാർജ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. നോർമൽ സിറ്റുവേഷൻസിൽ എക്സ്പോർട്ട് സംഭവിക്കുമ്പോൾ എക്സ്പോർട്ടിന് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കാറുണ്ട്. എക്സ്പോർട്ട് കൂടുവാണെങ്കിൽ അത് ഗവൺമെന്റ് സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആണ്. അതിനുവേണ്ടിയാണ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സബ്സിഡി വഴി കൂടുതൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റേ കൺട്രിയെ പറ്റി, സെക്കൻഡ് കൺട്രിയെ സംബന്ധിച്ച് അതൊരു ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നെഗറ്റീവ് വരുന്ന സിറ്റുവേഷൻ ആണ്. സച്ച് സിറ്റുവേഷൻ എക്സ്പോർട്ട്, അവരുടെ കൺട്രിയിലേക്കുള്ള ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി they may charge an additional duty. ഇവിടെ ഇത്തരത്തിലുള്ള സബ്സിഡൈസ്ഡ് കമ്മോഡിറ്റിയിൽ മേൽ സബ്സിഡി ഒഴിവാക്കാൻ വേണ്ടി ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ അതിനെയാണ് കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Let me repeat. It is imposed on certain imports where products are subsidized by exporting country. എക്സ്പോർട്ട് ചെയ്യപ്പെട്ട ഗുഡ്സിനകത്ത് സബ്സിഡൈസ് ചെയ്തിട്ടുണ്ട്, സബ്സിഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. As a result of government subsidy, imports become more cheaper. Imports become more cheaper than domestic goods. To nullify this effect, because ഇങ്ങനെ ഒരു സബ്സിഡി കിട്ടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, കൂടുതലായിട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടും. കൂടുതലായിട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിലാണ്. റൈറ്റ്, ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്നതുകൊണ്ട് അവരുടെ പ്രൈസ് കുറയും, അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടിംഗ് കൺട്രിയെ സംബന്ധിച്ച് കൂടുതൽ അവരുടെ പ്രൊഡക്റ്റ് കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ എത്തുന്നു. വിദേശത്ത് നിന്നും കൂടുതൽ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് കുറഞ്ഞ ചെലവിൽ എത്താനുള്ള കാരണം അവരതിന് സബ്സിഡി കൊടുക്കുന്നതുകൊണ്ടാണ്. ആ സബ്സിഡി ഒഴിവാക്കുവാണെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിന് കൂടുതൽ ഡിമാൻഡ് വരും. അതിനു വേണ്ടി ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Is it clear? Okay. Next is revenue tariff. A tariff which is designed to provide revenue to the home government is called revenue tariff. Generally, ഏതാണ് ബിനീഷ? Last one.
Okay, let me repeat. Countervailing duty ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചു. So countervailing dutyയുടെ കേസ് ഇവിടെ A എന്ന് പറയുന്ന കൺട്രി, or let's take India. ഇന്ത്യ ആയിരിക്കും ബെറ്റർ. ഇന്ത്യ എക്സ്പോർട്ടിന് സബ്സിഡി കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്പോർട്ടിങ്ങിന് സബ്സിഡി കൊടുക്കുകയാണ്. സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ വന്നിരിക്കുന്ന കോസ്റ്റിന്റെ ഒരു പോർഷൻ ഗവൺമെന്റ് അങ്ങ് പേ ചെയ്യുകയാണ്. ഗവൺമെന്റിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടും. അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ 10% ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഒറിജിനൽ പ്രൈസ് 100 rupees ആയിരുന്നെങ്കിൽ, ഇപ്പോ സബ്സിഡി ആയിട്ട് അവർക്ക് 10 രൂപ കിട്ടുന്നുണ്ട്, 10%. ബാക്കി 90 രൂപയുടെ എഫക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. 90 രൂപയ്ക്ക് ഇവർക്ക് ആ പ്രൊഡക്റ്റ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. സോ എക്സ്റ്റേണൽ മാർക്കറ്റിൽ വരുമ്പോൾ, ഫോറിൻ മാർക്കറ്റിൽ വരുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് 90 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഇന്ത്യയിൽ വിൽക്കുന്നത് 100 രൂപയ്ക്കായിരുന്നു. ഇവിടെ ഫോറിൻ മാർക്കറ്റിൽ അവർക്ക് അത് സെയിം പ്രൊഡക്റ്റ് 90 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താ? 90 rupeesന് ഈ പ്രൊഡക്റ്റ് അവർക്ക് ഫോറിൻ മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിമാൻഡ് വരും. കൂടുതൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ ഫോറിൻ മാർക്കറ്റിൽ അവരുടെ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ, അവിടെയും ഇതേ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ച്, മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് തിങ് ആയിട്ട് മാറും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സബ്സിഡൈസ്ഡ് ഗുഡ്സ് ഫോറിൻ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവർ അതിനകത്ത് 10% അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ എന്ന് വിചാരിക്കുക. 10% അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ സബ്സിഡൈസ് ചെയ്ത് വന്ന പ്രൊഡക്റ്റിന്മേൽ ചാർജ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Then next is revenue tariff. Revenue tariff normally a tariff which is designed to provide revenue to the home government is called revenue tariff. Generally, a tariff is imposed with a view of earning revenue by imposing duty on consumer goods, particularly on luxury goods, whose demand for the rich is inelastic. So basically, home government additional revenue കിട്ടാൻ വേണ്ടി, okay, ഹോം ഗവൺമെന്റ് അഡീഷണൽ റവന്യൂ കിട്ടാൻ വേണ്ടി ഫോറിനിൽ നിന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന അഡീഷണൽ ടൈപ്പ് ഡ്യൂട്ടിയാണ് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോർമലി ചാർജ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊഡക്ട്സിലാണ്. കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഗവൺമെന്റ് ഇത്ര ടാക്സ് റേറ്റ് കൂടി ഇമ്പോസ് ചെയ്യും. അതിനെയാണ് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് താരിഫ്. നെക്സ്റ്റ് ഈസ് ആന്റി ഡംപിംഗ് താരിഫ്. Sometimes, at times, exporters will sell their goods at extreme low price. എന്തിനു വേണ്ടി ഇത്രയും കുറഞ്ഞ പ്രൈസിന് എക്സ്പോർട്ടേഴ്സ് വിൽക്കുന്നത്? ഇതായിരിക്കും പർപ്പസ്, ഡംപിംഗ്. അവരുടെ ഇക്കോണമിയിൽ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫോറിൻ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിന് ഫോറിൻ മാർക്കറ്റ് തേടി പോകും. സച്ച് സിറ്റുവേഷൻസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലായിരിക്കും അവർ ഫോറിൻ മാർക്കറ്റിൽ വിറ്റ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഡംപിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഇത്രയും ലോ പ്രൈസിൽ പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കാൻ വേണ്ടി ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഓക്കെ, സോ സച്ച് ഡംപിംഗ് നോർമലി ഡെവലപ്ഡ് നേഷൻസ്, ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസിലും അതേപോലെ LDCസിലും ഡെവലപ്പിംഗ് നേഷൻസിലും ചാർജ് ചെയ്യുന്ന, അവർക്ക് മുകളിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഡിമാൻഡ് കഴിഞ്ഞ, അവരുടെ ഡിമാൻഡ് കുറഞ്ഞ സ്റ്റാഗ്നേഷൻ ഫേസിലെത്തിയ പ്രൊഡക്ട്സിനെ മറ്റു മാർക്കറ്റുകളിൽ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ മറ്റു മാർക്കറ്റുകളിൽ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെ കുറഞ്ഞ പ്രൈസിനായിരിക്കും ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. സോ ഇത്തരത്തിൽ പ്രൊഡക്റ്റ് ചീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി അല്ലാത്ത പ്രൊഡക്റ്റുകൾ എത്തിച്ചേരുമ്പോൾ അത് തടയാൻ വേണ്ടി ഇമ്പോർട്ടിംഗ് കൺട്രി ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഡംപിംഗ്. Next is protective tariff. Protective tariffs are enacted with the aim of protecting domestic industry from foreign competitors. Like ഇപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലേക്ക് ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ അവരെ ഒരു പരിധിവരെ തടയാൻ വേണ്ടി നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതുകൊണ്ടാണ് അതിനെ പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയുന്നത്. It is a tax added onto goods imported into a country. Basically, foreign products foreign countryയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ പ്രൊഡക്ട്സിലും പ്രൊട്ടക്റ്റീവ് താരിഫ് ആഡ് ചെയ്യപ്പെടും if it is available in the domestic country.
അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യും. അതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. നെക്സ്റ്റ്, ഇത്രയുമാണ് താരിഫ് ബാരിയേഴ്സ്. താരിഫ് ബാരിയേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ഡ്യൂട്ടി, ad valorem duty, combined or compound duty, then sliding scale duty, countervailing duty, revenue tariff, and anti-dumping duty, and finally protective tariff. Any doubts? Okay, last area, non-tariff barriers. So താരിഫായിട്ട് ബന്ധപ്പെടാത്ത ടാക്സ് റേറ്റുമായിട്ട് ബന്ധപ്പെടാതെ ഈ കൺട്രികൾ ഇമ്പോസ് ചെയ്യുന്ന ബാരിയേഴ്സ്, അതാണ് നോൺ താരിഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് കോട്ട സിസ്റ്റം. കോട്ട സിസ്റ്റം, ഇൻ ദ സിസ്റ്റം ദി കൺട്രി വിൽ ഫിക്സ് ഇൻ അഡ്വാൻസ് ദി ലിമിറ്റ് ഓഫ് ഇമ്പോർട്ട് ക്വാളിറ്റി, ഐ മീൻ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തേക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഇൻ ഐറ്റം ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അതിലൊരു ലിമിറ്റ് വയ്ക്കുന്നു. ഇത്രയും നമ്പേഴ്സ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ടാക്സോ താരിഫോ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ ഓൺ ദി ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് കോൾഡ് കോട്ട സിസ്റ്റം. ഓക്കെ, സോ ഇൻ ദിസ് സിസ്റ്റം കൺട്രി വിൽ ഫിക്സ് ഇൻ അഡ്വാൻസ് ദി ലിമിറ്റ് ഓഫ് ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി that would be permitted from various countries during a given period. The quota system can be classified into following. So tariff for customs quota, unilateral quota, then bilateral quota and multilateral quota. So these are the different types of tariff. Just ഒന്ന് നോക്കിയേക്കുക, സെർച്ച് ചെയ്യുക എന്താണ് അതിന്റെ മീനിങ് എന്ന്. ഓക്കെ, that will be enough. ഓക്കെ, സോ quota system എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. അടുത്ത മെത്തേഡ് ആണ് മിനിമം സ്റ്റാൻഡേർഡ് അഷ്യൂർ ചെയ്യിപ്പിക്കുക. സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ അലോ ചെയ്യാതിരിക്കുക. സോ ഒരു സ്റ്റാൻഡേർഡൈസിങ് മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ്സ് താഴെയാണെങ്കിൽ പ്രൊഡക്ട്സിനെ റിജക്ട് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്. സോ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇമ്പോസ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇമ്പോർട്ടഡ് ഐറ്റംസ്. പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റ് കൺട്രികളിലേക്ക് വരുന്ന പ്രൊഡക്ട്സിന്മേൽ അവര് ഒരു മിനിമം സ്റ്റാൻഡേർഡ്, ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Then next is a domestic content requirement. When a foreign company makes product in a country, the material parts etc. that have been made in that country rather than imported. So നമ്മളുടെ കൺട്രിയിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ഗവൺമെന്റിന് ഒരു റൂള് പറയാം, ഇവിടെ അത്തരത്തിലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ഇത്ര ലേബറിന് യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ ഫാക്ടേഴ്സ് റിക്വയർമെന്റ് പറയാം. അത്തരത്തിലുള്ള റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡൊമസ്റ്റിക് കണ്ടന്റ് മസ്റ്റ് ആണ്, എന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ അനുവദിക്കൂ എന്ന് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ അതും മറ്റൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ തന്നെയാണ്. Okay, that is called a domestic content requirement. Next is product labeling. Certain nations insist on specific labeling of the product. For instance, European Union insists on product labeling in major languages spoken in European Union. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ലേബലിംഗ് ഉണ്ട്. ആ ലേബലിംഗിൽ വന്നാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് അവർ അലോ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ചിലപ്പോൾ അവരുടെ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിരിക്കാം, അതേ ലാംഗ്വേജിൽ ഈ പ്രൊഡക്റ്റ് വരണം, എന്നാൽ മാത്രമേ ഇവിടെ എൻട്രി അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ലേബലിംഗിനകത്ത് കൊടുക്കുന്ന സ്റ്റൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ ബാർകോഡ് റിക്വയർമെന്റ് ആയിരിക്കണം. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് റിക്വയർമെന്റ്സ്, ഡിഫറെന്റ് പോയിന്റ്സ് ആയി പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പറയാം. സോ ബേസിക്കലി പ്രൊഡക്റ്റ് ലേബലിംഗിന് അതിൻ്റെതായ ഒരു സ്കീം ഉണ്ടായിരിക്കും, അതനുസരിച്ചാണെങ്കിൽ മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, പാക്കേജിംഗ് റിക്വയർമെന്റ്സ്. Some countries ask for specific kind of packaging material. For instance, European Union insists on recyclable packing material. Plastic ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു പാക്കേജിംഗ് റിക്വയർമെന്റ് ആണ്. ഇത്തരത്തിലുള്ള പാക്കേജിംഗുമായി ബന്ധപ്പെട്ട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം. അതാണ് ഈ ഒരു പോയിന്റിൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് കൗൺസിലർ ഫോർമാലിറ്റീസ്. A number of importing countries demand that the ship documents should
include consular invoice certificate by their consulate stationed in the exporting country. നമ്മൾ ഏത് കൺട്രിയിലേക്കാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ കൺട്രിയിലെ കൗൺസിലേറ്റിൽ നിന്നും, അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ യു എസ് എയിലെ ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ് എന്ന് അവർ പറയുവാണെങ്കിൽ അതിനെയാണ് കൗൺസിലർ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും പല കൺട്രീസും ഇമ്പോസ് ചെയ്യാറുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു, യു എസ് എയിലേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്നും ഒരു സർട്ടിഫിക്കേഷൻ തരണം. ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ അതുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് പറയുകയാണെങ്കിൽ അതാണ് കൗൺസിലർ ഫോർമാലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് സ്റ്റേറ്റ് ട്രേഡിംഗ്. ചില പ്രൊഡക്ട്സ് ഇമ്പോർട്ട് അനുവദിക്കില്ല, അത് മൊത്തമായിട്ട് സ്റ്റേറ്റിലെ ഏതെങ്കിലും ബോഡിക്ക്, സ്റ്റേറ്റ് മീൻസ് കൺട്രി, സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ വ്യൂവിൽ. സോ സ്റ്റേറ്റ് പാർട്ടീസിന് മാത്രമേ ട്രേഡ് ചെയ്യാൻ സാധിക്കൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MMTC, ഇന്ത്യയിലെ ഗോൾഡ് ആൻഡ് സിൽവർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാൻ അതോറിറ്റി ഉള്ള ഏക പാർട്ടിയാണ് MMTC. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ ആണ്. അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ, അവരിലൂടെ മാത്രമേ ബാക്കിയുള്ള പാർട്ടീസിലേക്ക്, ബാക്കിയുള്ള ട്രേഡേഴ്സിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുള്ളൂ. ഇതിനെയാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ്സ്. A trade pact between countries that reduces tariff for certain products to countries who sign the agreement. So preferential arrangement എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് എല്ലാം കൂടി ചേർന്ന് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. ആ എഗ്രിമെന്റ് പ്രകാരം ഈ എഗ്രിമെന്റിൽ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിനും ഇത്രയും താരിഫ് ബാരിയേഴ്സ് കുറയ്ക്കുന്നു, ഇത്രയും പ്രൊഡക്റ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കില്ല, തുടങ്ങിയിട്ടുള്ള കോട്ടയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ആൻ എഗ്രിമെന്റ് ദേ ആർ അഗ്രീയിങ് ടു റിലീസ് സം റെസ്ട്രിക്ഷൻസ്, ദാറ്റ് ഈസ് കോൾഡ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ്. Next is foreign exchange regulation. The imports has to ensure that adequate foreign exchange is available for import of goods by obtaining clearance from exchange control authorities prior to conducting contract with supplier. So import ചെയ്യുന്ന ടൈമിൽ ഇമ്പോർട്ടർ അത് എഗ്രി ചെയ്തിരിക്കണം, ഇമ്പോർട്ടർ അത് ഉറപ്പാക്കിയിരിക്കണം. എന്താണ്? ബിക്കോസ് നോർമലി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പേയ്മെന്റ് നടത്തേണ്ടത് ഫോറിൻ കറൻസിയിലാണ്. അതായത് ഇന്ത്യയിൽ നിന്നും USA ഇമ്പോർട്ട് ചെയ്യുകയാണ്, USA ഇൻഡിവിജ്വൽ ആണ് അവിടെ ബയ്യർ. ആ ബയ്യർ പേയ്മെന്റ് നടത്തേണ്ടത് ഇന്ത്യൻ കറൻസിയിലാണ്. ഓക്കെ, ബിക്കോസ് അവരാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അവർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സാധനം നമ്മുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മളുടെ കറൻസിയിലായിരിക്കണം പേയ്മെന്റ് നടത്തേണ്ടത്. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് അവരുടെ ഡ്യൂട്ടിയാണ് ഫോറിൻ കറൻസി റിസർവ് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കേണ്ടത്. ഫോറിൻ കറൻസി റിസർവ് അവൈലബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇന്ത്യൻ റുപ്പി അവരുടെ റിസർവ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ട്രേഡ് പോസിബിൾ ആവൂ. ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യും. Then ഇതൊന്നും കൂടാതെ there can be other non-tariff barriers as well, like technical formalities, safety regulation, environment regulation and embargoes. Embargo എന്ന് പറഞ്ഞാൽ നോ ട്രേഡ് സോൺസ് ആണ്, നോ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആണ്, അതിനെയാണ് എംബാർഗോ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് റെസ്ട്രിക്ഷൻസും പോസിബിൾ ആണ്. Okay, so that's all about trade and non-trade, sorry, tariff and non-tariff barriers. Any doubts? Okay, that's all for today. Thank you very much.